ഹലോ ഡോക്കി, ഇതെന്താ നല്ലൊരു ഐറ്റം തോരനാണ്. തകർപ്പൻ തോരനാണിത്. എന്താ സംഭവം എന്ന് പറയുക നിങ്ങൾക്ക്, നമ്മളെ ചൗച്ചൗ എന്ന് പറയില്ലേ, ആ സംഭവം വെച്ച് ഉണ്ടാക്കിയ തോരനാണ് കേട്ടോ. അപ്പം നമുക്ക് ചോറിൻ്റെ ഒപ്പം ഒരു അടിപൊളി തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് നമ്മളൊന്ന് പോയി നോക്കട്ടാ. വരി, അപ്പം വന്ന് ഉണ്ടാക്കി തുടങ്ങുക. ഓക്കെ. അപ്പോൾ ചൗച്ചൗ ഇതാ നമ്മൾ നന്നാക്കി ഇങ്ങോട്ട് തോലൊക്കെ ചെത്തിക്കണം. അപ്പോൾ ഇതിന് ചെറിയൊരു കറ പോലത്തെ ഒരു വട്ടണ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കൂടി നല്ല കണ്ട് കഴുകി എടുത്തിട്ട് നമുക്ക് നടുവൊന്നുകൊണ്ട് പൊളിക്കുക. അപ്പോൾ ആദ്യം അതൊന്നും കൂടി കഴുകിയെടുക്കട്ടെ. അപ്പോൾ കഴുകി നമ്മളിങ്ങനെ പൊളിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു കുരു, രണ്ടിൻ്റെ ഉള്ളിൽ ഓരോ പൊളി കുരുണ്ട്. ആ കുരുവൊക്കെ നമുക്ക് കൊണ്ട് തോണ്ടി ഒഴിവാക്കണം. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു വെള്ള സാധനം കാണണേ, അത് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങോട്ട് ചുരണ്ടി നമുക്ക് നല്ലോണം വൃത്തിയാക്കണം. അപ്പോൾ ഞാനതൊന്ന് ചുരണ്ടി വൃത്തിയാക്കട്ടെ. അപ്പോൾ നമ്മൾ നോക്കി ഒരു സ്പൂൺ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളില്ല, ആ വെള്ളം ഒരു പാട പോലത്തത് അതും ആ കുരുവൊക്കെ നല്ല കണ്ട് ഈ സ്പൂൺ കൊണ്ടിട്ട് ഇങ്ങനെ ചുരണ്ടി ഫുള്ള് നമ്മൾ കണ്ട് ഒഴിവാക്കി വെച്ച്. ഇനി ചെറുതായിട്ട് കുനുകുനാച്ചിട്ടൊന്നും കണ്ട് അരിഞ്ഞും കൂടി എടുക്കട്ടെ കേട്ടോ മക്കളെ. അപ്പോൾ വേമ്പേരി നമ്മളൊന്ന് അരിയാ. അപ്പം നമ്മൾ എത്രത്തോളം നമുക്ക് പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അതേപോലെ പൊടിയായിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടാ. നമ്മൾ കർമൂസൻ്റെ മരുന്ന് ആദ്യം തോലെത്തുക, എന്നിട്ട് ആ ഉള്ളിലത്തെ സാധനങ്ങൾ മൊത്തത്തിൽ കളയുക, കഴുകുക, എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിയുക. അങ്ങനെ ഫുള്ളും കൊണ്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളൊരു ഫാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് അതിങ്ങോട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊളിച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും കൊണ്ട് വാട്ടിയിട്ട് ഇത് നല്ല അത്യാവശ്യം കൊണ്ട് വാടി വെക്കാം. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ അതാ നല്ലോണം കൊണ്ട് വാടിട്ടോ. നമ്മളതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് തുള്ളി മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി കുറച്ചിട്ട് ഒരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചൗച്ചൗല്ല അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും അതിലേക്കാണ് കൊട്ടി കൊടുത്ത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നും കൊണ്ട് ഇളക്കി ചേർക്കാം. അങ്ങനെ നല്ല അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കും. നമ്മൾ ഒതുക്കി വെച്ച നമ്മളെ തേങ്ങ ഉണ്ടല്ലോ അതും കൂടി നമ്മളേക്ക് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കും. തേങ്ങ നമ്മൾ ഒതുക്കിയില്ലേ അതങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മളതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അത് നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി എല്ലാം കൂടി നല്ല ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒതുക്കിയ ജാറിടാ ഇതിലൊരു തുള്ളി വെള്ളം, ഒരു സ്പൂൺ വെള്ളം ഇട്ടിച്ചിങ്ങനെ അതൊന്ന് ചുവറ്റി വയ്ക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ചുവറ്റിയ ആ വെള്ളം ഒഴിക്കാണ്ട് ഒഴിച്ച് കൊടുത്ത് ഇനി നല്ല ഒന്നിട്ട് ഇളക്കിയിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ടിട്ട് ആവി കിടന്ന് അതൊന്നും കണ്ട് വെന്താൽ നമ്മളെ ചൗച്ചൗ തോരൻ റെഡിയാവട്ടാ. അപ്പം നല്ല ഒന്നും കണ്ട് ഇളക്കി ചേർത്ത് ഒന്ന് തച്ച് തേമ്പി അവിടെ ഇടുക. എന്നിട്ടൊന്ന് നന്നാക്കി നമുക്കൊന്ന് അങ്ങോട്ട് മൂടിയിടുക. എന്നിട്ട് ആവി കിടന്നിട്ട് അതൊന്നും കൊണ്ട് സോഫ്റ്റായി വേവട്ടെ. അവിടെ കിടക്കട്ടെ ഒരു 5-8 മിനിറ്റ്. അപ്പോൾ നമ്മൾ ചൗച്ചൗ
നമ്മൾ ഒന്ന് മൂടി വെച്ചാലേ ഒന്ന് തുറന്ന് നോക്കുക. ഓ ഒക്കെ നല്ല സോഫ്റ്റായി വെന്തിക്കണം കേട്ടോ. നമ്മൾ തുള്ളി വെള്ളം കുടഞ്ഞുകൊണ്ടല്ലേ വെച്ചത്. തേങ്ങ ഒതുക്കിയ ജാറിൽ തുള്ളി വെള്ളം ചുവറ്റി നമ്മൾ ഒഴിച്ചാണ് ഇങ്ങനെ അമർത്തി അവിടെ മൂടിയിട്ടപ്പോഴേ നോക്കി അതിൽ നല്ല തീരെ സോഫ്റ്റായിട്ട് വെന്തിക്കണം. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടാ. ഉപ്പൊക്കെ ഉണ്ടാകും നോക്കുക. ഇല്ലെങ്കിൽ പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ ചൗ തോരൻ ഇവിടെ റെഡിയായി. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ നേട്ടാട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യാം. ഓക്കെ.